ഇത് എൻ്റെ മൂക്കേന്നൊക്കെ എത്രയാ വരുന്നതെന്ന് നോക്കി കണ്ടോ എനിക്ക്. അപ്പോൾ ഇത് കണ്ടോ എൻ്റെ സ്കിന്നൊക്കെ എന്തോ ഒരു ക്ലീനായി നോക്കിക്കേ കണ്ടോ, നല്ല ക്ലീനായില്ലേ ഫേസ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ബ്യൂട്ടി പാർലറിൽ ഒക്കെ പോയിട്ട് ക്ലീനപ്പ് ചെയ്യാറില്ലേ? ഇനി ക്ലീനപ്പ് ഒക്കെ ചെയ്യാത്തവരാണെങ്കിൽ തന്നെ നിങ്ങൾ ഒന്നെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും അറ്റ്ലീസ്റ്റ് പോയിട്ട് ഒരു ക്ലീനപ്പ് എങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് കാണും ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ക്ലീനപ്പ് ചെയ്യാൻ പറ്റാത്തവർ. അപ്പോൾ ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ക്ലീനപ്പ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മുടെ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന അതേ രീതിയിൽ വീട്ടിൽ നമുക്ക് ക്ലീനപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാവേ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മുഖം ഒന്ന് നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ക്ലീനപ്പോ അല്ലെങ്കിൽ ഫേഷ്യലോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വൈഡായിട്ടുള്ള ഒരു നെക്കുള്ള ഒരു ഉടുപ്പിടാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ ടീഷർട്ടിൻ്റെ നെക്കങ്ങ് വെട്ടിക്കളഞ്ഞതാണ്. കാരണം നമ്മുടെ മുഖത്തിൻ്റെ ഈ നെക്കിൻ്റെയും കൂടെ സ്കിന്നിൻ്റെ കളർ ഒരുപോലെ നിൽക്കാനായിട്ടാണ്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും മുഖത്ത് മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്താലും നമ്മുടെ ഇവിടുത്തെ സ്കിന്നും ഫേസിലെ സ്കിന്നുമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്നിച്ചാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ കാര്യവും നെക്കിൻ്റെ ഫ്രണ്ടും ബാക്കും അങ്ങനെ മുഖവും ഫുള്ള് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിത് ഹിമാലയയുടെ ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മുഖം വാഷ് ചെയ്യാവേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മുഖം ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാവേ. അതിനുശേഷം നമുക്ക് കുറച്ച് ഫേസ് വാഷ് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമുക്ക് ശകലം വെള്ളം കൂടെ ചേർത്ത് ഇങ്ങനെ നന്നായിട്ട് ഇതൊന്നങ്ങ് പതപ്പിക്കണം. പതപ്പിച്ചതിന് ശേഷം നമ്മൾ ഫുള്ള് ഫേസിലേക്കും നെക്കിലേക്കും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് കവിള്, നോസിൻ്റെ സൈഡ്, പാലം, ടിപ്പ്, ലിപ്സിന് ചുറ്റും സൈഡ്, ചീക്ക്, അതുപോലെ ഐസ്, ഫോർഹെഡ്, പിന്നെ നമ്മുടെ ഐബ്രോസ്, അങ്ങനെ ഐബ്രോസിന് മിഡിൽ ഭാഗം, അങ്ങനെ എല്ലാ വശവും നന്നായിട്ട് ചെവിയുടെ സൈഡുകൾ, അതുപോലെ തന്നെ നെക്ക്, ഫ്രണ്ടും ബാക്കും എല്ലായിടും ഇതുപോലെ നന്നായിട്ട് ഒരു 30 സെക്കൻഡ് എടുത്ത് നന്നായിട്ട് ഫേസ് ഒന്ന് ജെന്റിലി ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം ഫേസ് വാഷ് റിമൂവ് ചെയ്യാനേ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഫേസും നെക്കും ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത് സ്റ്റീം എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനൊരു മാസത്തിന് മുകളിലായിട്ടുണ്ട് എൻ്റെ ഫേസൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫേസ് പാക്കുകൾ ഇട്ട് കൊടുക്കാൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു പ്രോപ്പറായിട്ടൊരു ക്ലീനപ്പ് ചെയ്തിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു മാസത്തിലൊരിക്കലും നമ്മൾ ഇതുപോലെ ഒരു ക്ലീനപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല ഗ്ലോ ഒക്കെ ഉണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ട് അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റീം എടുത്തിട്ട് വരാം. അപ്പം ഞാനിപ്പോൾ ടോയ്ലറ്റിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ സ്റ്റീം പോയി എടുത്തിട്ട് വരട്ടെ കേട്ടോ. കാരണം എന്തേ നിങ്ങൾക്ക് എനിക്കറിയില്ല, കാണിച്ചു തരാവേ. നല്ലോണം എൻ്റെ മുഖത്ത് ഡേർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതെ ഉണ്ടോ? അതെ നല്ലോണം ഉണ്ട് എൻ്റെ മുഖത്തുണ്ടോ. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ നല്ലതായിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് നന്നായിട്ട് സ്റ്റീം എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മുഖമൊക്കെ നന്നായിട്ട് സ്റ്റീം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റീം എടുക്കുന്ന പലരും എത്ര സമയം എടുക്കണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ സ്റ്റീം എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മുഖം നന്നായിട്ട് വെറ്റാവുന്ന അത്രയും നേരം സ്റ്റീം എടുക്കണം. അതായത് ഒരു 5-6 മിനിറ്റൊക്കെ. ഇപ്പോൾ ചിലരുടെ സ്റ്റീമറിൽ നിന്ന് നല്ലോണം സ്റ്റീം വരുന്നുണ്ടാവും. അപ്പോൾ അവരുടെ മുഖം പെട്ടെന്ന് വെറ്റാകും. ചിലരുടെ സ്റ്റീമറിൽ നിന്ന് പതുക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ 10 മിനിറ്റൊക്കെ എടുക്കേണ്ട വരുമായിരിക്കും കേട്ടോ. എനിവേ നമ്മുടെ മുഖം നന്നായിട്ട് വെറ്റാകുന്നതോടെ വരെ നമ്മൾ സ്റ്റീം എടുക്കണം. കാരണം എന്നാൽ മാത്രം നമ്മുടെ മുഖത്ത് ഇളകിയിരിക്കുന്ന ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഒന്ന് നന്നായിട്ട് സോക്ക് ആവുകയുള്ളൂ. അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുകയും നമ്മുടെ സ്കിൻ പോർസ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോഴാണ് അതിനകത്തെ ഡെഡ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അതുപോലെ ഈ സ്റ്റീം എടുക്കലും സ്ക്രബ് ചെയ്യലും ഒക്കെ നമ്മൾ മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാവേ. അപ്പോൾ ഇത് ആണ് പിമ്പിൾ സ്റ്റിക്ക്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവേ. അപ്പോൾ ഇതേ
ഞാനിപ്പോൾ ചെയ്തിട്ട് ഒരു 1.5 മാസമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫേസിലും മുഖത്തൊക്കെ നല്ലോണം ഡേർട്ടുണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ. ഈ ഒരു മൂക്കിൻ്റെ സൈഡിൽ നിന്ന് തന്നെതാ അമ്മൂതാ നോക്കി ദൂരം നോക്കി എൻ്റെ അമ്മീതാ. ഒരുപാട് നാളായിട്ടോ എനിക്ക് മടിയായിരുന്നു സ്ക്രബ് ചെയ്യാനൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഇതുപോലെ ഒരു കോട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് അതിലേക്ക് ഇങ്ങനെ അങ്ങ് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ നിന്നും ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ നമ്മുടെ മുഖത്തൊന്ന് ഇങ്ങനെ നിന്ന് നമ്മൾ ഒന്ന് ഫീൽ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു കുത്തണ ഫീൽ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഡേർട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലിരിക്കുന്ന ഡേർട്ടൊക്കെ ഇങ്ങനെ ഇളകി പോകുന്നുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ എങ്ങനെയാണ് ഇതുപോലെ പിമ്പിൾസിനകത്തുനിന്ന് അതിൻ്റെ ആണി എടുത്ത് കളയണമെന്നുള്ളതൊക്കെ ഡീറ്റെയിലായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ ആണിയിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിതിനി ഫുള്ളൊന്ന് എടുത്തിട്ട് കാണിക്കാവേ. ഇത് എൻ്റെ മൂക്കേന്നൊക്കെ എത്രയാ വരുന്നതെന്ന് നോക്കി കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും നന്നായിട്ട് സ്റ്റീം എടുത്തിട്ട് നമ്മുടെ മൂക്കം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണമെന്ന് കേട്ടോ. അതെ, എൻ്റെ മൂക്കേലൊക്കെ എന്തോരം ഡെഡ് സ്കിന്നും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെയാണെന്ന് നോക്കിയത് കണ്ടോ. എനിക്ക് അപ്പോൾ ഫുള്ള് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതെ, ഞാൻ എൻ്റെ മുഖത്തെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടേ. നിങ്ങളിതൊന്നും കണ്ട് മേടിക്കണ്ട കേട്ടോ. ഇത് ഞാനൊരു 1.5 മാസം കഴിഞ്ഞ് ഞാൻ ചെയ്തിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഒക്കെ ഇങ്ങനെ ഇരിക്കണതേ. അപ്പോൾ അതൊക്കെ അങ്ങ് പൊക്കോളും. നമ്മൾ സ്ക്രബിങ്ങും പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ക്ലിയർ ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ക്രബാണ്. സ്ക്രബ് ചെയ്യാനായിട്ട് ഇതേ ഞാൻ ഈ സെൻറ്റൈവ്സിൻ്റെ ഗ്രീൻ ടീ ബാമ്പു മിക്സ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ക്രബാട്ടോ. ഇതിപ്പോൾ ഞാൻ 2ാമത്തേതാണ് മേടിക്കുന്നത്. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ തരി കുറവുള്ള സ്ക്രബ് കൊണ്ട് വേണം നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യാനായിട്ട്. വേണ്ട, ഇതിന് തരി വളരെ കുറവാട്ടോ. ഞാൻ കാണിച്ചു തരാവേ. രണ്ടതേ തരി എന്ന് പറയണതില്ല വളരെ. എന്നാൽ തരി ഉണ്ട് താനും. എന്നാൽ ഭയങ്കര തിന്നായിട്ടുള്ള തരിയെ നല്ലോണം നമ്മുടെ മുഖത്തുനിന്ന് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോവുകയും ചെയ്തോളും. അപ്പം നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മുഖം ഒന്ന് നന്നായിട്ട് ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഈ സ്ക്രബ് നമ്മുടെ ഫേസിലേക്ക് ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ സ്ക്രബ് ഞാൻ നമ്മുടെ ഫേസിലേക്ക് നെക്കിലേക്കൊക്കെ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് വെറ്റാക്കിയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും സ്മൂത്തായിട്ട് സ്ക്രബ് ചെയ്യണം. അതുപോലെ എവിടെയൊക്കെയാണോ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളത് അവിടെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുകയും ചെയ്യണം. എസ്പെഷ്യലി നമ്മുടെ മൂക്കിൻ്റെ സൈഡ്, അതുപോലെ തന്നെ ഈ ഇപ്പോൾ തലയെ താരനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ കുരുകുരുകുരുന്ന് കുരു കാണും. അതുപോലെ ഈ സൈഡുകൾ, അതുപോലെ പിമ്പിൾസും ഓയിലി ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇവിടെയൊക്കെ കുരുക്കളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ലതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ സ്ലോലി വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട്. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് എടുത്തിട്ട് തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. അതുപോലെ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ ഫേഷ്യൽ മസാജിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് എങ്ങനെയാണ് സ്ക്രബ് ചെയ്യേണ്ടത് ഓരോ സ്ഥലവും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുറച്ചിങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈ ഡ്രൈ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒന്ന് വെറ്റാക്കിയിട്ട് വേണം
നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ കൈ ഒന്ന് സ്മൂത്തായിട്ട് വേണം നമ്മുടെ ഫേസിലൂടെ ഓടാനായിട്ട്. ഒരുപാട് ടൈറ്റായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഒരുപാട് അമർത്തി നമ്മൾ നമ്മുടെ ഇതിന് തരി കുറവാണെന്ന് വിചാരിച്ച് ഒരുപാട് അമർത്തി നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ സ്ക്രബ് ചെയ്യാനും പാടില്ല. അങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിൽ സ്ക്രാച്ചസ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് ഇച്ചിരി സമയം എടുത്ത് തന്നെ നന്നായിട്ട് ഇങ്ങനെ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം കേട്ടോ. സ്ക്രബ് ചെയ്യുമ്പോൾ നെറ്റി, അതുപോലെ ചെവി, ചിന്ന്, ചീക്ക്, ലിപ്സിന് ചുറ്റും അതൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഫുള്ളൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാവേ. എന്തോ അപ്പോൾ അത് ഞാൻ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രബ് മേടിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നമുക്ക് ഹോം മെയ്ഡ് സ്ക്രബ് ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഹോം മെയ്ഡ് സ്ക്രബ് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് നോക്കുവാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് സ്ക്രബ് ഉണ്ടാക്കിയിട്ട് സ്ക്രബ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഇനി മുഖം ഒന്ന് വാഷ് ചെയ്യട്ടെ. അപ്പോൾ അതേ ഞാൻ സ്ക്രബ് ചെയ്ത് മുഖമൊക്കെ വാഷ് ചെയ്ത് കേട്ടോ. അതേ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയാൽ നമ്മുടെ സ്കിന്നൊക്കെ എന്തോ ഒരു ക്ലീനായി നോക്കി. തുടക്കട്ടെ അങ്ങനെ കാണാം കേട്ടോ നിങ്ങൾക്ക്. അയ്യോ, എനിക്ക് മടിയായിട്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത്. 1-2 പ്രാവശ്യം ഞാൻ പാർലറിൽ പോയാലോ എന്ന് ആലോചിച്ചായിരുന്നു. എന്നിട്ട് എനിക്ക് പാർലറിൽ പോകാനും മടി. അങ്ങനെ ആയിട്ടാണ് ഞാൻ ഇത്രയും താമസിച്ചത്. സാധാരണ ഞാൻ ഇത്രയും താമസിക്കാറില്ല കേട്ടോ. ഒരു 4 ആഴ്ചയാകുമ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബൊക്കെ ചെയ്യണതായത്. ഇപ്പോൾ ഒരുപാട് കാലമായിട്ടേ മുഖമൊക്കെ നോക്കി നല്ല ക്ലീൻ ആയില്ലേന്ന്. പിന്നെ ഇവിടെ ഈ പൊന്തിയിരിക്കണതൊന്നും കുഴപ്പമില്ല കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് താഴെ പോക്കോളും നമ്മൾ പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക്. പിന്നെ നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓ മൈ ഗോഡ്, എനിക്ക് എന്നെ കണ്ടിട്ട് എൻ്റെ പൊന്നേ നേരത്തെ ചെയ്യാൻ മടിയായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനിതേ മുൾട്ടാണി മിട്ടിയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഫേസിലേക്കും നെക്കിലേക്കും ഒക്കെ പരട്ടാൻ ആവശ്യത്തിനുള്ള മുൾട്ടാണി മിട്ടി എടുക്കുക. ഇപ്പോൾ മുൾട്ടാണി മിട്ടിയുടെ ഫേസ് പാക്ക് പറഞ്ഞുതരാവോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മുന്നേ 1-2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേ മുൾട്ടാണി മിട്ടിയുടെ ഫേസ് പാക്കാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ എൻ്റെ ഇച്ചിരി ഡ്രൈ കോമ്പിനേഷനാണ്, എന്നാലും ഇച്ചിരി ഡ്രൈ സൈഡിലേക്കാണ് എൻ്റെ സ്കിൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ തൈരും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തൈരിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയേ. അതുപോലെ 1 പിഞ്ച് മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് നോർമൽ മഞ്ഞൾപ്പൊടിയാണ്. കസ്തൂരി മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് അതിന് വെള്ളമില്ലാത്തത് കൊണ്ട് കണ്ടോ ഞാൻ ഈ തൈരിലെ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യണത് കേട്ടോ. നിങ്ങൾക്ക് റോസ് വാട്ടർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ. റോസ് വാട്ടർ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, റോസ് വാട്ടർ വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്താലും മതി. ഇപ്പം ഞാൻ തൈരിൻ്റെ വെള്ളം എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് സോക്കായി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാട്ടോ. ഇതേ അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് ഇച്ചിരി ടൈറ്റായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇച്ചിരി തൈരിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ നിങ്ങൾ റോസ് വാട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റോസ് വാട്ടറോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി നോർമൽ വെള്ളം എടുത്തിട്ട് നോർമൽ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ ഇത് ഇച്ചിരി കൂടി ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അത് ചിലപ്പോൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. ടൈറ്റ് ആവുകയാണെങ്കിൽ ഇച്ചിരി കൂടി ലൂസാക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് ചോദിച്ചാൽ നമ്മളെപ്പോൾ നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്താലും നമ്മൾ ഒരു പാക്ക് മസ്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ സ്റ്റീമൊക്കെ എടുത്ത് സ്ക്രബൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോർസൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന്
ചുരുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഫേഷ്യൽ നമ്മൾ ചെയ്യുന്ന ആ ക്ലീനപ്പിൻ്റെ ഒരു റിസൾട്ടും നമ്മുടെ ഈ പാക്കിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാക്ക് തന്നെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ മുൾട്ടാണി മിട്ടിയൊക്കെ നമ്മുടെ ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഈ മുൾട്ടാണി മിട്ടി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഫേസിൽ ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ നല്ലതാട്ടോ. അതുപോലെ ഇതുപോലെ പ്രായമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ പ്രായമായവരും സ്കിന്നൊക്കെ ഇച്ചിരി ലൂസായിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഈ മുൾട്ടാണി മിട്ടിയുടെ ഫേസ് പാക്ക് വളരെ നല്ലതാണ്. പിന്നെ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് തൈര് ചേർക്കുന്നതിന് പകരം നമ്മുടെ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തൈരൊക്കെ ചേർത്തിട്ട് അതുപോലെ ഇച്ചിരി ഹണിയോ ഒക്കെ ചേർത്തിട്ട് ഈ മുൾട്ടാണി മിട്ടിയുടെ പാക്കറ്റ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ ഫേസ് പാക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുഖത്തേക്ക് നമ്മൾ പാക്കിട്ട് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന് ശേഷം നമ്മൾ വർത്താനം ഒന്നും പറയാൻ പാടില്ല. കാരണം ഇത് നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നൊക്കെ പതിയെ പതിയെ ടൈറ്റ് ആയി വരും. അപ്പോൾ അങ്ങനെ ടൈറ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ വർത്താനം പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അത് ചെറിയ പാടുകൾ വീഴാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മിണ്ടാതിരിക്കുക. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതേ ഫുള്ള് ഞാൻ വെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഏകദേശം മുഴുവൻ അങ്ങ് ഉണങ്ങാനായിട്ട് നിൽക്കണ്ട. ഏകദേശം ഒക്കെ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നനച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ സോഫ്റ്റ് ആക്കുക നമ്മുടെ പാക്കൊക്കെ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. ജെന്റിലി ഒരു മസാജ് കൊടുത്തതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ എൻ്റെ മുഖമൊക്കെ കഴുകി കുളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ടേ. അപ്പോൾ അതേ സാധാരണ നമുക്ക് മുൾട്ടാണി മിട്ടിയുടെ പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുകി ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ തോന്നുവേ. ഇപ്പം എൻ്റെ ഇച്ചിരി ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ തൈരൊക്കെ ചേർത്ത് ഇട്ടത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വലിഞ്ഞിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ്. ആ പാക്ക് നമ്മുടെ മുഖത്ത് ഉണങ്ങിയ സമയത്ത് നന്നായിട്ട് ടൈറ്റ് ആയതല്ലാതെ അതിനുശേഷം ടൈറ്റായിട്ടൊന്നുമില്ലേ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ജസ്റ്റ് മോയ്സ്ചറൈസർ, നമ്മൾ ഏത് മോയ്സ്ചറൈസർ ആണോ ഉപയോഗിക്കുന്നത് അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇതാണ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത്, അത് തന്നെ സെയിം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അലോവേര ജെല്ലും ഒരു ശകലം അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ അത്രയും ചെയ്താൽ മതി കേട്ടോ. നമ്മളൊരു ക്ലീനപ്പൊക്കെ ചെയ്യുന്ന ദിവസം നമ്മൾ ഇത്രയും മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യണ്ടേ. ഇനിയിപ്പോൾ പകലാണ് നിങ്ങളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പുറത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ. വേറൊന്നും നമ്മൾ ചെയ്യേണ്ട, മുഖത്തേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ഇത് ചെയ്തതിന് ശേഷം ഇന്നത്തെ ദിവസം വേറെ സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇത് മാത്രം ചെയ്താൽ മതി. പിന്നെ നേരത്തെ എൻ്റെ മുഖത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ പരുവരുവരുവരേന്നായിരുന്നു, അപ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫേഷ്യലോ അതുപോലെ ക്ലീനപ്പോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പക്ഷേ നമ്മുടെ കൈ കൊണ്ട് ഒരിക്കലും നമ്മൾ മുഖത്ത് ഇങ്ങനെ ഹാന്ന് പറഞ്ഞ് ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കാനും പാടില്ല കേട്ടോ. നമ്മുടെ സ്കിന്ന് കൂടുതൽ ഡേർട്ടാവാനൊക്കെ കാരണമാകും. കാരണം നമ്മുടെ കൈയാണ് എപ്പോഴും ഡേർട്ടി ആയിട്ടുള്ള ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ, അല്ലേ. നമ്മൾ എന്ത് കണ്ടാലും പോയി എടുക്കുക, എന്ത് കണ്ടാലും ടച്ച് ചെയ്യുക, എടുത്ത് നോക്കുക ഒക്കെ ഇതാ. ചിലപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്യൂല, ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തൂത്തു, ചിലപ്പോൾ തൂത്തില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ കൈകൾ ഡേർട്ടി ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൈകൾ മുഖത്തേക്ക് പിടിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ രാവിലെ ഒന്നും കൂടി കാണിക്കാവേ. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ സ്കിന്നൊക്കെ എന്തോ ഒരു ക്ലീനായി നോക്കിക്കേ, കണ്ടോ. അതേ ഇത് എൻ്റെ മുഖത്ത് ലാസ്റ്റ് പ്രഗ്നൻസിയിൽ വന്ന ഒരു പാടാട്ടോ. അപ്പോൾ അത് കാരണം അത് അങ്ങനെ പെട്ടെന്നൊന്നും പോകില്ല, നമ്മൾ ഡോക്ടറിനെയൊക്കെ കാണിക്കേണ്ടി വരും. നല്ല ക്ലീനായില്ലേ ഫേസ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.